വിനോദിനി എന്ന 9 വയസ്സുകാരിയുടെ വലതു കൈവിരലുകൾ ഇനി മുതൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചലിച്ചു തുടങ്ങും. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ രൂപകൽപ്പന ചെയ്ത കൃത്രിമ കൈ ഇന്നലെ കാക്കനാട്ടെ ഹോപ്പ് എന്ന കൃത്രിമ കൈകാൽ നിർമ്മാണ കേന്ദ്രത്തിൽ വെച്ച് വിനോദിനിയുടെ വലത് കൈമുട്ടിൽ പിടിപ്പിച്ചപ്പോൾ നിറകണ്ണുകളോടെയാണ് അവളുടെ മാതാപിതാക്കൾ പ്രതിപക്ഷ നേതാവ് VD സതീശന് നന്ദി പറഞ്ഞത്. വലത് കൈ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് വിനോദിനി സ്കൂളിലേക്ക് പോയിട്ടില്ല. കൃത്രിമ കൈകൊണ്ട് പൂക്കൂട സമ്മാനിച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഈ കൊച്ചുമിടിക്ക് സ്വീകരിച്ചത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിലാണ് പാലക്കാട് പല്ലശന ഒഴിവുപാറയിൽ വിനോദിന്റെയും പ്രസീതയുടെയും മകൾ വിനോദിനിക്ക് തോളലിന് ഒടിവുണ്ടായത്. വലതു കൈത്തണ്ടയിലെ പ്രധാന ധമനികളിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെട്ടതോടെ ഞരമ്പുകൾക്കുള്ളിൽ ചോര കട്ട പിടിക്കുകയായിരുന്നു. വലതുകൈ മുട്ട് മുതൽ കൈപ്പത്തി വരെ ചലനശേഷി നഷ്ടമായതും പഴുപ്പ് വ്യാപിച്ചതുമാണ് മുട്ടിനു മുകളിൽ വെച്ച് വിനോദിനിയുടെ കുരുന്നുകൈ മുറിച്ചു മാറ്റപ്പെടാനിടയായത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടിയുടെ കൈയിൽ പ്ലാസ്റ്ററിട്ട അധികൃതരുടെ അനാസ്ഥ മൂലം രക്തക്കുഴലുകൾക്കുള്ളിലുണ്ടായ സാരമായ ക്ഷതം തിരിച്ചറിയാനും കഴിഞ്ഞില്ല. കുട്ടിയുടെ ദുരിതാവസ്ഥ അറിഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്രിമ കൈ വെച്ചുപിടിപ്പിക്കാൻ ആവശ്യമായ ധനസഹായം പ്രഖ്യാപിച്ചതോടെ സർക്കാരും ആരോഗ്യവകുപ്പും ഉണർന്നു. വിനോദിനിക്ക് കൃത്രിമ കൈ ഘടിപ്പിക്കാൻ 2 ലക്ഷം രൂപയുടെ ധനസഹായം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ പ്രഖ്യാപിച്ചു. തുടർ നടപടികൾ വീണ്ടും തടസ്സപ്പെട്ടതായി വിനോദിനിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് സഹായഹസ്തവുമായി രംഗത്തെത്തിയത്.